നമ്മൾ അടച്ചു കിടക്കുന്ന അല്ല ജനൽ തുറന്നിടും. ജനൽ തുറന്നിട്ടിട്ട് പുള്ളിക്കാരൻ അവിടെ കയറിയിരിക്കും. അവിടെ കയറിയിരുന്നിട്ട് എന്നിട്ട് എങ്ങനെയെങ്കിലും ആ ജനലയുടെ കമ്പി എടുത്ത് മാറ്റണം. മാറ്റിയിട്ട് എന്നിട്ട് ആളുടെ കൈ അതിനുള്ളിൽ പെടും. എന്നിട്ട് വിളിച്ചിട്ട് വരും. ഇപ്പം നോക്കിക്കോട്ടോ, എത്ര നേരം ആ ജനൽ കമ്പിയിൽ കിടന്നിട്ട് കാണിക്കുന്നത്. എങ്ങനെയെങ്കിലും ആൾക്കത് അഴിച്ച് എടുക്കും ആള്. നോക്കിക്കാണ്, അത് തുറന്നിട്ട് അവിടെ കിടന്ന് അടയും. വെറുതെ എന്ത് തന്നെ പറഞ്ഞാലും കേൾക്കില്ല. അവിടെ നിന്ന് വരികയില്ല. നമ്മൾ എല്ലാം കാട്ടിയാലും വരില്ല. അവിടെ എത്രയൊക്കെ വിളിച്ചു കണ്ടോ. ഞാനതിനെ അവിടെ കൊളുത്തി വെച്ചേക്കുവാണ്. പക്ഷെ ആളതിനെ തുറക്കും. എത്ര പ്രാവശ്യമായി എന്നറിയാം. എന്നിട്ട് ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചിട്ട് എത്ര നേരമായി. ആളത് തുറന്നിട്ട് പിന്നെ ഞാൻ അടയ്ക്കും. പിന്നെ അതിനെ ആളെടുത്ത് പുറത്താക്കും. ഞാൻ താഴെ ഇറക്കി വിടും. എങ്കിലും കയറും. കണ്ട, തുറന്നത് കണ്ടോ. എന്നിട്ട് കൈ പിടിച്ച് കളിക്കും. ആ ജനലിൽ പുറത്ത് വന്ന് അടിച്ചിട്ട് ആളുടെ കൈ അതിൻ്റെ അടുത്ത്. ഇതാണ് മെയിൻ പരിപാടി. ഇതാണ് സംഭവിക്കുന്നത്. നോക്കിക്കോ. പക്ഷെ ഞാൻ പെടാൻ സമ്മതിക്കില്ല കേട്ടോ. എൻ്റെ കുഞ്ഞിൻ്റെ കൈ അതിൽ പെടും. അപ്പം ഞാൻ അതിനെ പിടിച്ച് മാറ്റും. അപ്പം എന്നെ തട്ടി മാറ്റി പോവാൻ പറയാറുണ്ടോ. എന്ത് സാധനമാണെന്നറിയാം. ശരിക്കില്ലേ, മക്കൾ സ്കൂളിൽ പോയാൽ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ്. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഒറ്റയ്ക്കാവുമ്പോൾ നല്ല രസമാണ്. എവിടെ പോയാലും ആൾ വരും. അമ്മ വിളിച്ചിട്ട് വരും. നിങ്ങൾ വിളിക്കുന്നതെന്ന് എനിക്കങ്ങനെ ഫീൽ ചെയ്യാം. ഭയങ്കര ഇഷ്ടമാണ്. എന്തൊരു സ്നേഹമാണെന്നറിയോ. ഇച്ചിരി നേരം കണ്ടില്ലെങ്കിൽ പുറകെ വരും. നമ്മൾ അന്വേഷിച്ച് ഓടി വരും. അവിടെ എന്തോ കണ്ടു. നിറയെ ആടുകൾ അതിലേ പോകുന്നുണ്ട്. അതിനെ നോക്കുക. അവിടെ ഭയങ്കര ഒരു സംഭവമാണ് പുള്ളിക്കാരൻ. ശരിക്കും നമ്മുടെ ടൈം പാസ്സാണ്. ശരിക്കും എൻ്റെ മക്കളെ പോലെ ഞാൻ നല്ല സ്നേഹിച്ച് ഞങ്ങൾ എങ്ങനെയാണ് അവരെ വളർത്തുന്നത്. നമ്മളൊരു മൃഗത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ആത്മാർത്ഥത കൊടുത്ത് സ്നേഹിച്ച് നമ്മുടെ കൂടെ അവരെപ്പോഴും ഉണ്ടാവും. ഞങ്ങളങ്ങനെയാണ്. ഞങ്ങളെല്ലാവരും അങ്ങനെയാണ്. തൊടാൻ അയക്കില്ല ആള്. കുശുമ്പ്. ഞാൻ ഇവിടെ കടന്നോട്ടേന്ന്. അതുകൊണ്ട് ഞാനും ജനലെനിക്ക് തുറന്നിട്ട ഫ്രണ്ടൊക്കെ കാണാം കിച്ചണിൽ. പക്ഷെ സമ്മതിക്കില്ല. ഇതവസ്ഥ.